എല്ലാവർക്കും നമസ്തേ. രാമായണ മാസത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, എല്ലാവരും രാമായണം പാരായണം ചെയ്യാറുണ്ട്. രാമായണ പാരായണത്തിൻ്റെ പ്രാധാന്യം, രാമതത്വം. എന്താണ് രാമതത്വം? തുടക്കം മുതൽ നമുക്കൊന്ന് സൂചിപ്പിക്കാം. രാമമന്ത്രത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. അനേകം അഭീഷ്ടസിദ്ധി മന്ത്രങ്ങൾക്കിടയ്ക്ക് രാമമന്ത്രത്തിന് എന്താ ഇത്ര പ്രാധാന്യം? രാമായണം എന്നത് ഉമാമഹേശ്വര സംവാദമാണ്. പാർവതീദേവിയുടെ ചോദ്യത്തിന് ഭഗവാൻ ശിവൻ മറുപടി പറഞ്ഞു കൊടുക്കുന്ന തലത്തിലാണ് രാമായണത്തിൻ്റെ പ്രതിപാദനം തന്നെ. ചോദ്യമിതായിരുന്നു: കേനോപായേന ലഘുന വിഷ്ണോർ നാമ സഹസ്രകം പഠ്യതേ പണ്ഡിതൈർ നിത്യം ശ്രോതുമിശ്ചാമ്യഹം പ്രഭോ. വിഷ്ണു സഹസ്രനാമത്തിന് തുല്യമായി ഒരു മന്ത്രമുണ്ട്. ഏതാണ് ഭഗവാനെ ആ മന്ത്രം? ഭഗവാൻ ശിവൻ മറുപടി പറയുകയാണ്: ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. വിഷ്ണു സഹസ്രനാമത്തിന് തുല്യമായ മന്ത്രമാണ് രാമമന്ത്രം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ പാർവതി ചോദിച്ചു, എന്താണ് ഭഗവാനെ അതിൻ്റെ പൊരുൾ? എന്താണ് രാമമന്ത്രത്തിൻ്റെ മഹത്വം? ചോദിക്കാൻ കാരണം, മറ്റനേകം അഭീഷ്ടസിദ്ധി മന്ത്രങ്ങളൊക്കെ കിടക്കെ രാമ എന്ന രണ്ടക്ഷരത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഇതാണ് ചോദ്യം. ഭഗവാൻ ശിവൻ പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ മൂലമന്ത്രം, അതായത് ഭഗവാൻ ശിവൻ്റെ മൂലമന്ത്രം നമുക്കെല്ലാവർക്കും അറിയാം, പഞ്ചാക്ഷരി മന്ത്രമാണ്. അപ്പോൾ ഏതു മന്ത്രത്തിലും ഒരു ബീജാക്ഷരമുണ്ട്. നമ്മുടെ ശരീരത്തിൽ ജീവൻ എങ്ങനെയാണോ അതുപോലെയാണ് മന്ത്രശരീരത്തിൽ ബീജാക്ഷരം. നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പോയാൽ ശരീരം ജഡമായി മാറും എന്നതുപോലെ മന്ത്രശരീരത്തിൽ നിന്ന് ബീജാക്ഷരം ഒഴിവാക്കിയാൽ ആ മന്ത്രത്തിന് ജപിക്കപ്പെടാനുള്ള അർഹത നഷ്ടപ്പെടും. ജപിച്ചാൽ വിപരീത അർത്ഥവും വിപരീത ഫലവും ഉളവാക്കും. പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ ബീജാക്ഷരമാണ് മകാരം, മ എന്ന അക്ഷരം. ഓം നമഃ ശിവായ. അതിൽ മകാരം ഒഴിവാക്കിയിട്ട് നമഃ ശിവായ എന്നൊന്ന് ജപിച്ചു നോക്കൂ. ന ശിവായ എന്നേ കിട്ടൂ. ശിവം എന്നാൽ മംഗളം, ന ശിവായ എന്നാൽ മംഗളത്തിന് കൊള്ളാത്തത്, മംഗളത്തിന് അർഹമല്ലാത്തത് എന്ന വിപരീത അർത്ഥം കിട്ടും. അതുപോലെയാണ് ഇത് ശിവൻ്റെ മൂലമന്ത്രമായ പഞ്ചാക്ഷരിയുടെ ബീജാക്ഷരമായ മകാരം ഒഴിവാക്കിയാൽ കിട്ടുന്ന ഫലത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തതാണ് ഈ അഷ്ടാക്ഷരി മന്ത്രം. അത് വിഷ്ണുവിൻ്റെ മൂലമന്ത്രമാണ്. ഓം നമോ നാരായണായ. ഈ നാരായണ മന്ത്രത്തിൻ്റെ ബീജാക്ഷരമാണ് ര എന്ന അക്ഷരം, രകാരം, നാരായണായ. ആ രകാരം ഒഴിവാക്കിയിട്ട് നാരായണായ എന്നൊന്ന് ജപിച്ചു നോക്കൂ. നിങ്ങൾ തന്നെ ജപിച്ചു നോക്കൂ. ന അയനായ എന്ന് കിട്ടും. അയനം എന്നാൽ മോക്ഷം എന്നാണ് അർത്ഥം. ന അയനായ എന്നാൽ മോക്ഷത്തിന് കൊള്ളാത്തത്, മോക്ഷത്തിന് അർഹമല്ലാത്തത് എന്ന വിപരീത അർത്ഥമാണ് കിട്ടുക. അപ്പോൾ പഞ്ചാക്ഷരിയുടെ ബീജാക്ഷരമായ മകാരവും അഷ്ടാക്ഷരിയുടെ ബീജാക്ഷരമായ രകാരവും ചേർത്ത് രത്നാകരൻ എന്ന കാട്ടാളന് സപ്തർഷികൾ, അതായത് അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, വസിഷ്ഠൻ, വിശ്വാമിത്രൻ തുടങ്ങി സപ്തർഷികൾ ചൊല്ലിക്കൊടുത്ത, വ്യത്യസ്ത രൂപത്തിൽ ചൊല്ലിക്കൊടുത്തത് രാമായണത്തിലുണ്ട്. നിത്യം മരാമരത്യേവം ജപിക്ക നീ, മരാ 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 മര എന്ന് ജപിക്കാൻ പറഞ്ഞു. അങ്ങനെ ജപിച്ച് രാമമന്ത്രം സിദ്ധി ചെയ്തെടുത്തു രത്നാകരൻ. ഇവിടെ മകാരം കൊണ്ട് മംഗളവും രകാരം കൊണ്ട് മോക്ഷവും,
അതായത് രാമമന്ത്രം ജപിച്ചാൽ കിട്ടുന്ന ഫലം ഇതാണ്. ഐഹികമായ എല്ലാവിധ ഐശ്വര്യപ്രാപ്തിയും പാരത്രികമായ മോക്ഷപ്രാപ്തിയും പ്രദാനം ചെയ്യുന്ന ഏറ്റവും അത്യുത്തമമായ മന്ത്രമാണ്. അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ സംസാര താരക മന്ത്രമാണ്. അതിന് താരക ബ്രഹ്മമന്ത്രം എന്നൊക്കെയാണ് പറയുക. ഈ മന്ത്രം നിത്യേന ജപിക്കുന്നതിലൂടെ എല്ലാവിധ ശ്രേയസ്സും പ്രേയസ്സും നമുക്ക് സിദ്ധിക്കും. എല്ലാവരും ഇത് അനുഷ്ഠിക്കേണ്ടതാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമസ്തേ.